ഹായ്, ഞാൻ ഷെറിൻ ഡേവിസ്. നമ്മളിൽ ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ക്ലാസ് ആളുകൾ, അതായത് പ്രത്യേകിച്ച് നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ കാരണം ഈ ബിസിനസ് അതായത് ജനറലി ബിസിനസ് ക്ലാസ്സിലുള്ള ആളുകൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും അതുപോലെ മ്യൂച്വൽ ഫണ്ട്സിൻ്റെയും ഒരു പോസിബിലിറ്റി നമ്മളുടെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ വളരെ കുറവാണ്. നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ വേറെ ഗുജറാത്ത് സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബിസിനസ് ആളുകൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒക്കെ പോസിബിലിറ്റീസ് വളരെയധികം അവരുടെ ബിസിനസ്സുകളിലും ഒക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് അവർ റിച്ച് ആൻഡ് ഫേമസ് കാറ്റഗറി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് അവർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ്സുകാർക്ക് എങ്ങനെ ഈ മ്യൂച്വൽ ഫണ്ടിനെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒക്കെ പോസിബിലിറ്റീസ് ഏറ്റവും നന്നായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്. നമ്മൾ ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സ് വളരെ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ബിസിനസ് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് എങ്ങനെ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കൂടെ ക്ലബ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമ്മൾ ബിസിനസ്സൊക്കെ ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മളെപ്പോഴും ബിസിനസ്സിൽ മാത്രമായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുന്നത്. അത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു 20-30 വർഷമൊക്കെ വളരെ നന്നായിട്ട് നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ പോകും. അതായത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്കധികം കോമ്പറ്റീഷൻസ് ഇല്ല. അതുപോലെ നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ ഇതൊക്കെ വളരെ നല്ല പ്രോഫിറ്റ് മാർജിനാണ്. പക്ഷെ എന്നാൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ബിസിനസ്സിൽ വളരെയധികം കോമ്പറ്റീഷൻസ് വരുന്നു. നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ ഒന്നും പണ്ടുള്ളതിനേക്കാളായിട്ട് കുറഞ്ഞു പോകുന്നു. ഇതൊക്കെ ഈ സാഹചര്യങ്ങളൊക്കെ പതുക്കെ എന്തോ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ആൾ എന്ത് ചെയ്യും, ഈ പോയിന്റിലാണ് അടുത്തൊരു ഡൈവേഴ്സിഫിക്കേഷനെ പറ്റിയിട്ട് ചിന്തിക്കുന്നത്. അതായത് നമ്മൾക്ക് കൂടുതൽ പ്രോഫിറ്റ് മാർജിൻ കിട്ടുന്ന വേറൊരു ബിസിനസ്സിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാം എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് പലപ്പോഴും നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒക്കെ ഒരു ഉപയോഗം നന്നായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റുന്ന നല്ലൊരു അടുത്തൊരു ബിസിനസ് ഓപ്ഷനായിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ നമുക്ക് കാണാനായിട്ട് നമുക്ക് പറ്റുന്നത്. കാരണം ഇപ്പോൾ നമ്മളെ ബിസിനസ്സിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, അതായത് നമ്മൾ ആ ബിസിനസ്സിൽ തന്നെ ഒരു 20-30 കൊല്ലം കഴിഞ്ഞ് റീഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ചെറിയ പ്രോഫിറ്റ് മാർജിനേക്കാൾ ഒരുപാട് നന്നായിട്ട് നമുക്ക് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത് നമ്മളിലുള്ള എത്ര ബിസിനസ്സുകാർക്ക് അറിയാൻ പറ്റും. പക്ഷേ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകാർ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഈ മേഖലയിലാണ്. 10-20 കൊല്ലം കഴിഞ്ഞ് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞോ അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഡൈവേഴ്സിഫിക്കേഷൻ വേണോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും പ്രോഫിറ്റ് റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മേഖലയായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇനിയൊരു സെക്കൻഡ് ഓപ്ഷനായിട്ട്, അതായത് എപ്പോഴും ഈ പറഞ്ഞ അങ്ങനത്തെ ഒരു ഓപ്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇനി ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് നമ്മൾ അതായത് ആ ഒരു സംഭവം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ് നമ്മൾ സ്വയം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് പലപ്പോഴും ആളുകൾ ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു തീരുമാനം എടുക്കും, എന്നിട്ട് സ്വയം ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു വളരെ എക്സ്പീരിയൻസ് ആയിട്ട് പ്രൊഫഷണലായിട്ടൊരു എക്സ്പെർട്ടിന് മാത്രമേ ശരിയായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനും അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിന് ഞാൻ പറയാം, അപ്പോൾ ഇത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്ത് ചെയ്യണം, നമ്മൾ സ്വയം ചെയ്യാതിരിക്കുക, ഒരു എക്സ്പെർട്ടിൻ്റെ സഹായത്തോടെ മാത്രം നമ്മൾ ചെയ്യാന്നുള്ളത്. പിന്നെ രണ്ടാമത്, അതായത് നമ്മളുടെ ഒരു ബിസിനസ്സിലെ ക്യാഷ് ഫ്ലോ, അതായത് നമ്മുടെ ഇൻകം, വരവും ചെലവും നമ്മുടെ പ്രോഫിറ്റ്, ഇതൊക്കെ നമ്മൾ മാനേജ് ചെയ്യുക എങ്ങനെ ഏറ്റവും ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. അത് പല എക്സ്പെർട്ട് ബിസിനസ്സുകാരും ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ക്യാഷ് ഫ്ലോസ് നമ്മൾ മാനേജ് ചെയ്യുന്നത്, ട്രഷറി മാനേജ് ചെയ്യുന്നത് നമ്മുടെ OD അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്ന സംവിധാനങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ റിട്ടേൺസ് ആണ്. അപ്പോൾ ഒരു ഉപയോഗവും ഇല്ലാതെ ചിലപ്പോൾ ഒരുപാട് നാളുകൾ കറണ്ട് അക്കൗണ്ടിൽ ഇഷ്ടംപോലെ പണം കിടക്കണം, യാതൊരു ഇൻകം ജനറേറ്റ് ചെയ്യാതെ. അപ്പോൾ ആ ഡെഡായിട്ട് കിടക്കുന്ന പണം നമുക്ക് എങ്ങനെ അഡീഷണൽ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും, അതിനൊരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് മ്യൂച്വൽ ഫണ്ടുകളിൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു എക്സ്പെർട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട്. അങ്ങനെ നമ്മളുടെ ഡെയിലി ക്യാഷ് ഫ്ലോസിനെ നമ്മൾക്ക് ഇൻകമായിട്ട് നമ്മൾക്ക് മാറ്റാനായിട്ട് പറ്റും. ഇത് നമ്മളുടെ എത്ര ബിസിനസ് ആളുകൾ നമ്മൾ ഈ സാധ്യതകൾ നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ ഒന്ന് ആലോചിച്ചു. അപ്പോൾ ബിസിനസ് സക്സസ്ഫുൾ ആകുന്നു, അത് സക്സസ് ആവാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും.
ഓക്കെ, ഇനി ഈ സാധാരണ ബിസിനസ്സുകാർ പലപ്പോഴും ഈ റീഇൻവെസ്റ്റ്, ഇപ്പോൾ നമ്മളൊരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് റീഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. കാരണം വളരെ നന്നായിട്ട് റിട്ടേൺ കിട്ടുന്ന ഒരു മേഖലയായിരുന്നു റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക, അതായത് ഇന്ന് ഇത് 2025 നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് 1 കൊല്ലോ 2 കൊല്ലോ 3 കൊല്ലോ കഴിയുമ്പോൾ കിട്ടാനുള്ള ഒരു പ്രോഫിറ്റിൻ്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, കൺവെൻഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേണിൽ നിന്നും മാറി ചിന്തിക്കുന്ന എത്ര പ്രൊഫഷണൽ ബിസിനസ്സുകാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന റിട്ടേൺസ് ഒന്നാമത്തെ കാര്യം. 2, അതിനെ പെട്ടെന്ന് പണമാക്കി മാറ്റാനുള്ള ഒരു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ താരതമ്യേന പണ്ടത്തെ അപേക്ഷിച്ച് കുറവാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ബിസിനസ്സുകാർക്ക് നല്ല ഫൈനാൻഷ്യൽ അസറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ ബിസിനസ്സുകാർക്ക് പറ്റിയ ഫൈനാൻഷ്യൽ അസറ്റ്സ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. നല്ല റിട്ടേൺസ് കിട്ടുന്നത് സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഈ പറഞ്ഞ നല്ല റിട്ടേൺസ് കിട്ടുന്നതായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ലിക്വിഡിറ്റിയുടെ കാര്യമാണെങ്കിലും നമുക്ക് പണമാക്കി മാറ്റാനായിട്ട് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും മ്യൂച്വൽ ഫണ്ടും നമ്മൾ പറ്റും. അപ്പോൾ ഇതും കൂടെ ബിസിനസ്സുകാരൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് നമ്മളൊരു ബിസിനസ് മേഖല, പുതിയൊരു ബിസിനസ് മേഖല തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? ആ തിരഞ്ഞെടുക്കുന്ന മേഖല ഒരു ഫെയിലിയർ ആയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നമുക്കതിൽ പണം, ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം നമുക്ക് തിരിച്ചു കിട്ടും? നമുക്ക് തിരിച്ചു കിട്ടില്ല. അല്ല, അപ്പോൾ നമ്മളൊരു ഫാക്ടറി പോലെ ഒരു സാധനം പണിത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ പണം തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അത്ര പോസിബിൾ അല്ല. ഇനി ഇത് തിരിച്ച് കിട്ടുന്നതിനെ വിചാരിക്കുക, നമുക്ക് എത്ര ശതമാനം കിട്ടും? ചിലപ്പോൾ 10, 15, 20% നമുക്ക് കിട്ടും. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ ഈ പറഞ്ഞ ഒരു സാധനം പണം തിരിച്ചു കിട്ടാനായിട്ട് ചിലപ്പോൾ 5, 10, 20 കൊല്ലം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ എന്നാൽ നിങ്ങൾ റീഇൻവെസ്റ്റ് ചെയ്ത്, അതായത് നിങ്ങളുടെ പ്രോഫിറ്റ് റീഇൻവെസ്റ്റ് ചെയ്ത് ഒരു സെക്കൻഡ് ഓപ്ഷൻ, അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റോ മ്യൂച്വൽ ഫണ്ടോ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിലോ നമുക്ക് പണം നഷ്ടപ്പെടുക എന്നുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് നമ്മുടെ നഷ്ടം എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പെട്ടെന്ന്. അതായത് ഇപ്പോൾ നമുക്കൊരു 5% 10% നഷ്ടം വന്നു വിചാരിക്കാം. നമ്മുടെ ലോസ് വേണമെങ്കിൽ നമുക്കിവിടെ ലിമിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ആ ലോസ് ബുക്ക് ചെയ്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇനി ആ പണം നമുക്ക് ലിക്വിഡേറ്റ് ചെയ്തെടുക്കാനോ തിരിച്ചെടുക്കാനോ 2-3 ദിവസം കൊണ്ട് നമുക്ക് ആ പണം നമുക്ക് തിരിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഒരു ബിസിനസ്സുകാർ ഒരു സെക്കൻഡ് ഓപ്ഷനോ തേർഡ് ഓപ്ഷനായിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ചിന്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നതാണ്, നമുക്ക് പെട്ടെന്ന് ബിസിനസ് നിർത്തണമെങ്കിൽ നമുക്ക് നിർത്താം. ആ പണം തിരിച്ചെടുക്കണമെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റും. പക്ഷേ മറ്റൊരു ബിസിനസ് ആണെങ്കിൽ നമുക്കൊരു പക്ഷേ അത് പറ്റണമെന്നില്ല. വളരെയധികം പുരോഗമന ചിന്തയുള്ള, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഏറ്റവും നന്നായിട്ട് ചിന്തിച്ച് എല്ലാ അവസരങ്ങളും മുതലാക്കിക്കൊണ്ട്, കാരണം ഇന്നത്തെ ബിസിനസ്സിൽ ഏറ്റവും മത്സരമുള്ളൊരു ബിസിനസ് കാലഘട്ടത്തിൽ നമ്മൾ ഉയർന്ന് ചിന്തിക്കാതെ പഴയ കാര്യങ്ങൾ മാത്രം ആലോചിച്ച് നമ്മുടെ ബിസിനസ് സക്സസ്ഫുൾ ആക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ബിസിനസ്സിൽ ഏറ്റവും നൂതനങ്ങളായിട്ടുള്ള ആശയങ്ങളും നൂതനങ്ങളായിട്ടുള്ള സംവിധാനങ്ങളും മനസ്സിലാക്കി പഠിച്ച് അതിൻ്റെ എല്ലാ സാധ്യതകളും ഉൾപ്പെടുത്തി നമ്മുടെ ബിസിനസ് സക്സസ്ഫുൾ ആക്കണോ, ഒരു വളരെ എക്സ്പെർട്ടായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ഒരു ടീമിനേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ സാധ്യതകളും മനസ്സിലാക്കി നിങ്ങളുടെ ബിസിനസ്സിനെ ഏറ്റവും സക്സസ്ഫുൾ ആക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനങ്ങളെടുത്ത് നമ്മളുടെ സ്വന്തമായിട്ടുള്ള, നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവ് വെച്ച്, നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ വെച്ച് മാത്രം സ്വയം തീരുമാനങ്ങളെടുത്ത് നിലവിലുള്ള സംവിധാനങ്ങളുടെ മാത്രം നമ്മൾ വളരൂ എന്ന് വാശി പിടിക്കാതെ പുതിയ ബിസിനസ്സുകാരനാവാനായിട്ട്, പുതിയ തലമുറയിലെ ഏറ്റവും നൂതനമായിട്ടുള്ള ബിസിനസ്സുകാരനായി നിങ്ങളുടെ ബിസിനസ്സിനെ വലിയൊരു മേഖലയിലേക്ക് വളർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ അതിനുള്ള തീരുമാനം, അതായത് അത് നിങ്ങൾ ഇന്ന് എടുക്കണം. കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളും ഇന്നു മുതൽ നിങ്ങളുടെ ബിസിനസ്സിനെ പുതിയൊരു മേഖലയിലേക്ക് വളർത്താൻ നിങ്ങൾക്കും സാധിക്കട്ടെ. ഞങ്ങളും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെന്റ് വിന്നേഴ്സ്. താങ്ക് യു.